മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഡേ 4 സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ഞങ്ങളുടെ അജണ്ടയ്ക്കകത്ത് ഫസ്റ്റ് വൺ അപ്പർ ആന്റലോപ്പ് കാനിയോൺ കാണാനാണ് പോകുന്നത്. അവിടെ അപ്പം ഞങ്ങൾ 7 പേരും പോയി ചെക്ക് ഇൻ ചെയ്തു. അവരുടെ ഓഫീസിൽ ലിജി ഉണ്ട്, സോണിയ, സിബു, ജോസ്ന, അലിയ, മറിൻ ചേച്ചി അങ്ങ് മൂലയ്ക്ക്. ഓക്കെ, ഞങ്ങൾ അപ്പം അപ്പർ ആന്റലോപ്പ് കാനിയോണിൽ അവരുടെ ഓഫീസിൽ വന്നു കഴിയുമ്പം അവർ നമുക്ക് ടിക്കറ്റ് നമ്മൾ നേരത്തെ ഓൺലൈനിൽ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. 14 പേരുടെ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ഗൈഡും കാണും. അങ്ങനെ അവരുടെ ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് ആന്റലോപ്പ് കാനിയോൺ കാണാൻ പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടുത്തെ. ഇങ്ങനെ നമ്മൾ പോകുമ്പം നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മണ്ണുമല പോലെ ഇങ്ങനെ പല കൂമ്പാരങ്ങൾ പോലെ കാണും. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു കൂമ്പാരത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇന്നിവിടെ വെതർ 50s ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഇത്തിരി ഒരു ഡെസേർട്ട് ഏരിയയോടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്. സോ നമ്മളെല്ലാവരും ജാക്കറ്റ് ഇട്ടാണ് പോകുന്നത്. അബൌട്ട് ഒരു 15 to 20 minutes ഡ്രൈവ് ഉണ്ട് ഇവരുടെ ഓഫീസിൽ നിന്ന്. ഞങ്ങൾ ലേക്ക് പവൽ എന്ന് പറഞ്ഞ പവൽ സിറ്റിയിലായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ. പവൽ സിറ്റിയിൽ നിന്ന് അബൌട്ട് 15 to 20 minutes ഡ്രൈവ്. ശരിക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രൻസിൻ്റെ അവിടെ, നിങ്ങൾ നൊവാജോട്രാൻ്റെ പ്രോപ്പർട്ടിയിലാണ് കയറുന്നത്. അറ്റ് യുവർ ഓൺ റിസ്കിലാണ് ഞങ്ങൾ പോകുന്നത്. അവർക്ക് ഉത്തരവാദികളല്ല. ഇന്ന് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഒരു 5-6-7 മിനിറ്റായി ഞങ്ങൾ ഒട്ടും പേവ്ഡ് അല്ലാത്ത റോഡിൽ കൂടെയാണ്. ഇതുപോലെ ചുമ്മാ മണ്ണും എൻ്റെ ഫോണിൻ്റെ ജെർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒട്ടും പേവ്ഡ് അല്ല. ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരു വല്ലാത്ത വഴി കൂടെ ചാടി ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മൾ ഈ പോകുന്ന സ്ഥലമൊക്കെ കണ്ടാൽ നമ്മൾ ആടുജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ പൃഥ്വിരാജിനെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ തോന്നുന്നു. ഒരു ഇങ്ങനെ ചുമ്മാ മുന്നോട്ട് കിടക്കുക, ഒന്നുമില്ല, ഒരു സൈനും ഇല്ല, ഒന്നുമില്ലാതെ മൊത്തം ഡ്രൈ ലാൻഡ് മാത്രം. ഇതാണ് ഞങ്ങൾ വന്ന ഞങ്ങളുടെ വണ്ടി, ഞങ്ങളുടെ ഫോൺ നമ്പർ, അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കി അറിയാം. ശരിക്കും മണൽ ശരിക്കും ചുമന്ന മണലാണ്. അവിടെ ഒരു കുഞ്ഞു ഗുഹയുടെ ഇടയ്ക്ക്, വലിയ ഗുഹയുടെ ഇടയ്ക്ക് ഒരു നീണ്ട പൊത്ത് കാണുന്നുണ്ട്. അവിടെയാ പോണ്ടേന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് അപ്പർ ആന്റലോപ്പ് കാനിയോണിൻ്റെ എൻട്രൻസ്. ഇവിടെ ലോവർ ആന്റലോപ്പ് കാനിയോൺ ഗ്രൗണ്ടിൽ നിന്ന് 80 feet താഴോട്ടും, അപ്പർ ആന്റലോപ്പ് കാനിയോൺ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് 110 feet മുകളിലേക്കും നമുക്ക് കയറണം എന്നാണ് പറഞ്ഞത്. സോ ഇതാണ് എൻട്രൻസ്. Can you start the video? Yeah, I did. All right. Okay. 1, 2, 3. 1, 2. Stay there. That's it. പോകുമ്പോൾ നമ്മൾ കല്ലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കുനിഞ്ഞും പറക്കിയൊക്കെ വേണം പോകാൻ, തലയിടിക്കാതെയൊക്കെ. 1, 2, 3 go. 1, 2. ഒന്നുകൂടെ 1, 2. 1, 2. Also, Antelope Canyon here is still active. We still have water flowing through the canyon here, but not every year do we have flash floodings or ആന്റലോപ്പ് കാനിയോണിൻ്റെ അകമാണ് ഈ കാണുന്നത്. അവർ ഓരോ ചെറിയ ഗ്രൂപ്പായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. 180 million years പഴയതാണെന്നാണ് പറഞ്ഞത്. ഇത് നാച്ചുറലി ഉണ്ടായതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ആന്റലോപ്പ് കാനിയോൻ്റെ പുറത്തേക്ക് എത്തുകയാണ്. ഇതാണ് ഫൈനലി ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വൈഡറായിട്ട് വരും ലൈറ്റ്. അങ്ങനെ ആന്റലോപ്പ് കാനിയോൺ കഴിഞ്ഞു. ഇപ്പം ഞങ്ങളെല്ലാം തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ്. ആ കാണുന്ന ഗുഹയ്ക്കകമായിരുന്നു അപ്പർ ആന്റലോപ്പ് കാനിയോൺ എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും തന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ
അവിടുന്ന് ആൾക്കാർ ഇറങ്ങി വന്ന് ഇതിൽ വന്ന് കയറും. വന്നു കഴിയുമ്പം ഇങ്ങനെ സ്റ്റേഴ്സ് ഇറങ്ങി ഒത്തിരി താഴെ നിങ്ങൾക്ക് കാണാം. ആ ഒത്തിരി താഴെയാണ് നമ്മുടെ വണ്ടി കിടക്കണേ. അപ്പം അപ്പർ ആൻറ്റലോപ്പ് ക്യാനിയൻ കാണുമ്പോൾ നമ്മൾ ഇത്രയും സ്റ്റീപ്പറായിട്ട് കയറി വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത്. ഈ കാണുന്ന ആ ഒരു മലയുടെ ഹൈറ്റിൽ, ആ ഒരു ഫുൾ റോക്കിൻ്റെ ഹൈറ്റിൽ നമ്മൾ മുകളിൽ പതുക്കെ അപ്പർ ആൻറ്റലോപ്പ് നമുക്ക് ഫ്ലാറ്റ് ആണെന്ന് തോന്നിയാലും നമ്മൾ പതുക്കെ കയറ്റം പോലെ കയറി പോയി ആ ഒരു റോക്കിൻ്റെ അങ്ങും മുകളിൽ വരെ നമ്മൾ കയറിയിട്ടാണ് ഇപ്പോൾ ഈ ഫുള്ള് നമ്മൾ ഇറങ്ങി വന്നിട്ട് വരുന്നത്. ഇത് ഇങ്ങനെ പല ഓരോ വണ്ടിയും പല ട്രൂപ്പായിട്ട് ഒരു 12 to 15 ആൾക്കാരുടെ ഗ്രൂപ്പായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പർ ആൻറ്റലോപ്പ് ക്യാനിയൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ട് ബംബി റൈഡ് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തൊട്ട് പുറകിൽ കണ്ട് ജോസ്നയും ലിജി ഉണ്ട്. എൻ്റെ ആലിയ ചേച്ചി അവിടെ സവിക്കിട്ടി അടുത്ത റീൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ട് ചേച്ചി പിന്നെ കാണുന്നില്ല, വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. സോഹണിയായും പെർജേസിയും അവിടെ എവിടെയോ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. സച്ച് എ ബംബി റൈഡ്. പക്ഷേ പുള്ളിക്കാരി എന്നോട് ടു നൈസ് ആയതുകൊണ്ട് പുള്ളിക്കാരി എന്നോട് മുന്നിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഞാനിട്ട് ഫ്രണ്ടിൽ കയറി ഇരിക്കുക. നമ്മുടെ ആൻറ്റലോപ്പ് ക്യാനിയനിൽ നമ്മൾ തിരിച്ച് ആ ബംബി റൈഡൊക്കെ കഴിഞ്ഞപ്പോൾ റെഗുലർ റോഡിലോട്ട് ഇറങ്ങി നമ്മൾ സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. രണ്ട് സൈഡും കംപ്ലീറ്റ്ലി ഡെസേർട്ടാണ്. പ്രത്യേകിച്ച് പൊടി മാത്രം. ഇവിടെ എങ്ങും ഒരു മനുഷ്യരും ജീവിക്കുന്നില്ല. ഇവിടെ മുഴുവൻ നവാഹോ റിസർവേഷനാണ്. നാവഹോ റിസർവേഷൻസ്. എന്നിട്ട് എനിക്കൊന്ന് ആ ദൂരെ കാണുന്ന മലകളിലോ അവിടെ എങ്ങാണ്ടാണ് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്. അവരിവിടെ ഒരുപാട് പേര് ഇപ്പോഴും മണ്ണെണ്ണ കത്തിച്ചു വെച്ചുള്ള വിളക്കും വെള്ളമൊന്നും ഇല്ലാതെയൊക്കെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവർക്കത് കാത്തു സൂക്ഷിച്ചവരാ നമ്മുടെ ആദിവാസി സമൂഹം നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള ഇവരുടെ പഴയ കാലഘട്ടം അവർ കീപ്പ് ചെയ്താണ് ഇവിടെ ഒരുപാട് പേര് ജീവിക്കുന്നത്. നമ്മൾ ഇതുണ്ട് ഈ പേജ് എന്ന സിറ്റിയിലാണ് നമ്മൾ ഹോട്ടലൊക്കെ എടുത്ത് സ്റ്റേ ചെയ്തത്. സോ ഈ സിറ്റി മുഴുവൻ പേജാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പൊതുവെ പറയുന്ന പേജ് ഇസ് വെരി ബ്യൂട്ടിഫുൾ എന്ന്. കാരണം ഈ സാൻഡ് ഈ ക്യാനിയൻസ് ഒക്കെ കാണാൻ ഭയങ്കര പ്രിറ്റിയാണ്. ഹലോ, ഇപ്പം ഇവിടെ ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ ഹോഴ്സ്ഷൂ ബെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പാർക്ക് ചെയ്തെടുത്തുനിന്ന് ജസ്റ്റ് ഒരു 1.5 മൈൽ നടക്കാനേ ഉള്ളൂ. ചെറിയൊരു ഇറക്കിയാണ് പോകുന്നത്. ഒത്തിരി ഹാർഡല്ല, പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ പേരൊന്നും ജാക്കറ്റ് എടുത്തിട്ടില്ല. നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുവാണ്. ഹോഴ്സ്ഷൂ ബെൻഡ് ആയതുകൊണ്ട് ഇവിടെ $10 ഉള്ളൂ കയറാനായിട്ട്. വലിയൊരു എക്സ്പെൻസീവ് ഒന്നും അല്ല. സോ ദാറ്റ്സ് ഗുഡ്. ഒരു വണ്ടിക്കാണ് $10, പെർ പേഴ്സൺ അല്ല. പോകുന്നു നമ്മുടെ ടീംസ് പോകുന്നു. ബാക്കിയുള്ളവർക്ക് വഴി കൊടുക്കാം. ഞാൻ ഉറക്കുമായിരുന്നു. ഒരു നമ്പർ കുറവുണ്ടല്ലോ, എവിടെ പോയി? അതെ, ലീഡർ പുറയിലാണ്. ഇച്ചിരി ബിസിയാണ്. ഫാമിലി ലൈഫൊക്കെ ഉള്ള എല്ലാവർക്കും
ഹലോ, അങ്ങനെ നമ്മൾ ഹോഴ്ഷ്യൂ ബെൻഡിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് ഒരു 1.5 മൈൽ വാക്ക് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സ്ലോപ്പ് താഴോട്ട് നമ്മൾ വാക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. നമുക്ക് ഹോഴ്ഷ്യൂ ബെൻഡ് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതിൽ വൺ ഓഫ് ദ മേജർ സ്ഥലങ്ങളായിരുന്നു ഈ ഹോഴ്ഷ്യൂ ബെൻഡ്. പ്രത്യേകിച്ച് ഹോഴ്ഷ്യൂ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ആ ഷേപ്പും അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാകുന്നു. ഇതാണ് ഹോഴ്ഷ്യൂ ബെൻഡ്. കുതിരയുടെ കാലിന്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഈ ഹോഴ്ഷ്യൂ ബെൻഡ് എന്ന് പറയുന്നത്. ഇത് നല്ല ആഴത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ആഴത്തിലായി കാണുന്നത്. അങ്ങ് അകലെ ലോൺ ആണെന്ന് തോന്നുന്നു, മുഴുവൻ മരങ്ങളാണ് ആക്ച്വലി. അതുപോലെ അവിടെ ഒരു ബോട്ട് ഉണ്ട്, അത് കണ്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പോലും മേല, അത്രയും ആഴത്തിലാണ്. സൂമിൻ ചെയ്ത് കാണിക്കാം. അതൊരു ബോട്ടുണ്ട്, അവിടെ ആൾക്കാർ നടപ്പുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആൾക്കാരൊന്നും കാണത്തേ ഇല്ല കേട്ടോ. അതുപോലെ വാട്ടർ നല്ല ഡീപ്പാണ്, അതുകൊണ്ട് പച്ച വെള്ളം. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ ഒഴുക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഒഴുക്കുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഒഴുക്കില്ലെന്നാ ഇവിടുന്ന് കാണുമെന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. ഭയങ്കര വലിയ കുത്തിയൊഴുക്കല്ല എന്തായാലും. അങ്ങനത്തെ ഒരു നടുക്കത്തെ അതിൻ്റെ ഷേപ്പ് മനസ്സിലായി കാണുമല്ലോ, കുതിരയുടെ കാല് പോലെ. ഇതിങ്ങനെ ഒരു വലിയ ഗ്രൗണ്ടാണ്. ഇതുണ്ടോ, ഫുള്ളിങ്ങനെ ലാൻഡ് പോലെ കിടക്കുന്നു. അതിൻ്റെ നടുക്കാണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കണേ. ഫുള്ള് ഒത്തിരി ആൾക്കാർ കാണാനും വന്നിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഒത്തിരി പാറയുണ്ട്, ഒത്തിരി ആൾക്കാർ പാറക്കൂടെയൊക്കെ കയറി നടക്കുന്നുണ്ട്. ഉണ്ട്, ആ വന്നതാണ് നമ്മുടെ ട്രെയിൽ. നമ്മൾ നടന്ന് 1.5 മൈൽ നടന്ന് വന്നെന്ന് പറഞ്ഞത്. ഹലോ. ഹലോ, ഇന്ന് രാവിലെ നമ്മൾ ഏതൊരു ഹോട്ടലിൽ നിന്ന് ബെസ്റ്റ് വെസ്റ്റേണിൽ നിന്ന് ഞങ്ങൾ റെഡിയായി. ഒരു 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അപ്പർ ആന്റിലോപ്പിൽ ചെല്ലണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു, അതെല്ലാം കണ്ടു. അതിനൊരു ഓൾമോസ്റ്റ് ഒരു 2 hours മൊത്തം എടുത്തു. എന്നിട്ട് അവിടുന്ന് ഒരു തൊട്ടടുത്തായിരുന്നു ഹോഴ്ഷ്യൂ ബെൻഡ്. അപ്പോൾ അങ്ങോട്ട് പോയി. ജസ്റ്റ് 8 minutes ഉള്ളായിരുന്നു. അവിടെ എല്ലാം എൻജോയ് ചെയ്തിട്ട് ഇപ്പം 2 മണി ആവാറായി. സോ ഞങ്ങൾ ഗോൺ വെസ്റ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് കയറി നോക്കാൻ നിർത്തു. കയറി വരുമ്പോൾ ഹോട്ടലിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ ഒരു പശു ഇരിപ്പുണ്ട്, ഉടുപ്പൊക്കെ ഇട്ട്. അതുപോലെ ഇതാണ് നല്ലൊരു ആംബിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല അടിപൊളി സ്റ്റേക്കും റിബ്സും ഒക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ലേക്ക് പവൽ കാണാൻ പോയി. ലേക്ക് പവൽ അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. ഇതെല്ലാം പേജ് എന്ന് പറഞ്ഞ സിറ്റി തന്നെയാണ്. അപ്പം അവിടുന്ന് ഏകദേശം ഒരു 15 minutes അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് വേഗസിന് തിരിച്ചു പോകണം. ആ പോണ വഴിക്കായിരുന്നു ലേക്ക് പവൽ. സോ നമുക്ക് നല്ല എളുപ്പമായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ലേക്ക് പവൽ. അപ്പോൾ അവിടെയും ഞങ്ങൾ കൈപ്പൊക്കി. ഹലോ, അങ്ങനെ ഞങ്ങൾ ലേക്ക് പവലും കഴിഞ്ഞു. ഇനി ഞങ്ങൾ ലാസ് വേഗസിലേക്ക് ഡ്രൈവ് ചെയ്യുക. ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ 7 പേരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ആ പോണ വഴിക്കുള്ള സീനാണ് നിങ്ങൾ കാണുന്നത്. എപ്പോഴും പറയുന്ന പോലെ നല്ല രസമുള്ള സെനിക് വ്യൂ ആണ്. ഡ്രൈവ് നല്ല ഡ്രൈവാണ്. ഫുൾ ഡ്രൈ ലാൻഡാണ്. പക്ഷേ ആ കല്ലിൽ ഓരോ ലെയറിനും ഓരോ കളർ പോലെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളൊരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു കോഫി ബ്രേക്കിന് ഇപ്പോൾ ഇറങ്ങിയതാണ്. ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഗ്യാസും വണ്ടിക്ക് അടിക്കാം, ഒരു കോഫി ബ്രേക്കും ആവുമല്ലോ എന്നോർത്ത് എല്ലാവരും കയ്യിൽ ഒരു കോഫിയൊക്കെ എടുത്തു. അങ്ങനെ ഈ കട എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇവിടെ ആൻറ്റിലക്സ് സക്കേഴ്സ് റിയൽ സാധനമാണ്. കണ്ടോ, തേളാണ്, തേള് അകത്ത് തേള് ക്യാൻഡിയാണ്. അതുപോലെ ഇത് എന്നതാടി, ഉപ്പും വിനെഗറും ഇട്ട് പാറ്റ. ഓക്കെ, ഇതൊക്കെ തിന്നാനുള്ള സാധനം കേട്ടോ. ഒറിജിനൽ പുഴു, ഉണക്കപ്പുഴുവാണേ. നമ്മൾ ഉണക്കിറച്ചി കഴിക്കണ പോലെ ഉണക്കപ്പുഴു.
ഉറുമ്പ്. ഇവിടെ എന്താണ് ഉണക്കിറച്ചികൾ? ഇത് നമ്മുടെ ഉണക്കിറച്ചി. അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോ സാധനം എടുത്തു. പക്ഷേ തേളും ഉറുമ്പൊന്നും ഞങ്ങളെടുത്തില്ല. അതുപോലെ നല്ല ഡ്രിങ്കൊക്കെ ഉണ്ട്, കളറിൻ്റെ പല ഫ്ലേവറിൻ്റെ. അങ്ങനെ ഇനിയിപ്പം ഇവിടുന്ന് ഞങ്ങൾ കയറി അടുത്ത 2-2.5 മണിക്കൂർ 1.5-2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേഗസിലെത്താൻ പോവാം. ഓക്കെ, സി യു. ഇതാണ് ഞങ്ങൾ എടുത്ത ഹോട്ടൽ ഇന്ന്, എംബസി സ്വീറ്റ്സ്. സ്പിയറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ എടുത്തേക്കുന്ന ഹോട്ടൽ, എംബസി സ്വീറ്റ്സ്. കാണാമല്ലോ. സ്പിയറിൽ ഇങ്ങനെ ഡിസൈൻസ് മാറി വന്നുകൊണ്ടിരിക്കും, അത് കാണാൻ ഭംഗിയാണ്. ഒട്ടും ബോറടിപ്പിക്കാതെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഭയങ്കര ഡിഫറെൻറ്റ് ഡിസൈൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് ഫ്ലൈറ്റ്സും ലാൻഡ് ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഫ്ലൈറ്റ്സ് വന്നു പോകുന്നുണ്ട്. ഹലോ. അങ്ങനെ അരിസോണയിലെ പേജിൽ നിന്നും 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ലാസ് വേഗസിലെത്തി. ഇവിടെ എംബസി സ്വീറ്റ്സിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രാത്രി 8:10. ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷേ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇൻ ജനറൽ. ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക് പോകാൻ. നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ചെറിയ ലോഞ്ച് പോലെയുണ്ട് ഇവിടെ തുടക്കത്തിൽ. പിന്നെ റൂം ഇങ്ങനെ നടുമുറ്റം പോലെ നടുക്കൊരു സ്ഥലമുണ്ട്. അതിൻ്റെ 2 സൈഡിലും എലിവേറ്റേഴ്സായിട്ട് മുകളിലേക്ക് പോകാൻ ഗ്ലാസിൻ്റെ എലിവേറ്റർ കാണാം. ചുറ്റും റൂംസ്, നല്ല ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി റൂമിൽ ചെന്നിട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ റൂം എംബസി സ്വീറ്റ്സിൽ. കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ആയിരിക്കും കോഫി ഏരിയ, ബാത്റൂം, ബെഡ്റൂം. അതുപോലെ ഇവിടുന്ന് നമുക്ക് നോക്കാം. സ്പീർ കാണാം. പന കറക്റ്റ് വ്യൂവിലാണ്. അല്ലേ നേരമുള്ളൂ. സ്പിയറിന്റെ അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ലാസ് വേഗസ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ സ്പിയർ കാണാൻ പോകാമെന്ന് ഓർത്തു. ആ കാണുന്നതാണ് സ്പിയർ. അതിന് തൊട്ടിപ്പുറേ ജയന്റ് വീലുണ്ട്, നല്ല കളർഫുള്ളായിട്ട്. നമുക്ക് തൊട്ടേനും പിടിച്ചേനും എല്ലാം ഊബർ വിളിക്കാൻ പറ്റത്തില്ലല്ലോ, ടാക്സി. അതുകൊണ്ട് നടന്നു പോകാമെന്നൊക്കെ പറഞ്ഞു. തൊട്ടടുത്തല്ലേ, ഓപ്പോസിറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ നടന്നിട്ടും അങ്ങ് എത്തുന്നില്ല. ഞങ്ങൾ കുറേ നേരമായി നടപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോൾ എത്തും എന്ന് ഓർത്തിട്ട് ഞങ്ങൾ കുറേ നേരം കാണുന്നുണ്ട് സംഭവം. പക്ഷേ അതിൻ്റെ ചോട്ടിലേക്ക് എങ്ങനെ എത്തണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം ആക്ച്വലി ഞങ്ങൾ കാണാൻ ഇറങ്ങിയവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനുണ്ട്, അതായത് സവിത, പിന്നെ സിബിൾ എൻ്റെ അനിയത്തി, അതുപോലെ ഞങ്ങളുടെ കസിൻ സോണിയ, പിന്നെ ഫ്രണ്ട് മെറിൻ ചേച്ചി, പിന്നെ അലിയ. ഞങ്ങൾ 5 പേരുടെ കൂടിയാണ് ഇപ്പോൾ കാണാൻ ഇറങ്ങിയിരിക്കുന്നത്.
ലിജിയും ജോസ്നയും റൂമിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. കാരണം അവർ ലിജിയുടെയും ജോസ്നയുടെയും പ്രഗ്നൻസി മാനിച്ച് അവർ ഇച്ചിരി കൂടുതൽ ടയർഡായി. പക്ഷേ സിബിളിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിലാണ് സിബിൾ നടക്കുന്നത്. ഞങ്ങളെക്കാളും ആരോഗ്യത്തിലാണ് സിബിൾ നടക്കുന്നത്. ഇപ്പം കണ്ടിട്ട് പലാസോ അടുത്താന്ന് തോന്നുന്നു. നമുക്ക് പലാസോയിലോട്ട് ആദ്യം പോകണം. ഇന്ത്യൻ ക്രോസ് ചെയ്യണം. ആ കാണുന്നതാണ് എംകോൾ. അതുപോലെ ഇങ്ങോട്ട് മാറുമ്പം ട്രംപ് ടവർ ഇവിടെയുണ്ട്. പലാസോ, വെനീഷ്യൻ, ഇതെല്ലാം ഇപ്പറേ സ്പിയറിൻ്റെയും ജൈൻമില്ലിൻ്റെയും തൊട്ടടുത്താണ്. ഞങ്ങൾ ഇപ്പം പലാസോയിലേക്ക് പോകാനാണ് ട്രൈ ചെയ്യുന്നത്. കാണുമ്പോൾ ഇത്ര അടുത്താണെങ്കിലും നടക്കാൻ അത്യാവശ്യം നല്ല ദൂരം തന്നെ ഉണ്ടല്ലോ, ഓരോ ബിൽഡിങ്ങിലേക്കും. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ ഇന്നത്തെ നൈറ്റ് ലൈഫിലെ സ്ഥലത്തെത്തി. റിസോർട്ട് എൻട്രൻസ് ഓഫ് വിൻ, WYNN. നമ്മൾ കുറേ നേരമായി പലാസോയിൽ ലക്ഷ്യമിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ വന്നപ്പം വിന്നിൻ്റെ ചോട്ടിലാണ്. ഇനിയിപ്പം ഇവിടുന്ന് അടുത്ത് പലാസോ തന്നെ ഓർത്ത് പോയാൽ ഇനി എവിടെ എത്തുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും വിന്നും ഒരു അടിപൊളി ഹോട്ടലാണ്. എന്നാൽ പിന്നെ ഇത് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തു. സൂപ്പർ ആംബിയൻസ് ആണ്. ഈ വിന്നിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നടുക്കൊരു ചെറിയ കേർവ് വന്നാണ് ഈ ബിൽഡിങ്. ഞങ്ങൾ ഇവിടുത്തെ കസിനോ ആൻഡ് ബോൾറൂം എൻട്രൻസിലേക്കാണ് പോകുന്നത്. നമ്മൾ ആക്ച്വലി പുറത്തുനിന്ന് കണ്ട പോലെ അല്ല കേട്ടോ അകത്ത് കയറിയപ്പം. പുറത്തുനിന്ന് വിൻ കാണുമ്പം ഭയങ്കര ഒരു മോഡേൺ ലുക്കായിരുന്നു. പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ ഇച്ചിരൂടെ ഒരു ട്രഡീഷണൽ ലുക്കിലേക്കാണ് വന്നത്. ഒരു ചുമന്ന കാർപ്പറ്റും പിന്നെ ഇപ്പോൾ കണ്ടോ ഗ്ലേസിങ് ടൈൽസ്. പക്ഷേ കാർപ്പറ്റും ടൈൽസ് മാറി മാറി വരുന്നു. അതിൻ്റെ മുകളിലത്തെ ഷാൻഡിലിയേഴ്സൊക്കെ ആണെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ്, പിന്നെ മെറൂണ് അങ്ങനെയൊക്കെ. പുറത്തുനിന്ന് വിൻ കാണുമ്പം ഭയങ്കര ഒരു നമ്മൾ പറയില്ലേ കണ്ടംപററി സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഓർത്തത്. പക്ഷെ അകത്ത് കയറിയപ്പം സംഭവം വേറെയായിരുന്നു. പക്ഷെ ഭയങ്കര രസമായിട്ടോ, ഭയങ്കര ക്ലീന്, നീറ്റ്. അതുപോലെ അതാ ഞാൻ ബൈ ദ വേ ബാക്കി എല്ലാ അവളുമാരും ഫ്രണ്ടിൽ പോവാണ്. ഞാനിങ്ങനെ പതുക്കെ പുറകെ ഓരോന്ന് നിങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞു വരുന്നതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. എനിവേസ് അങ്ങനെ ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് തിരിയേണ്ടത്, വലത്തോട്ടോ ഇടത്തോട്ടോ എന്നറിയത്തില്ലാതെ ഞങ്ങളിങ്ങനെ പോവാം. ഇത് പ്രൈവറ്റ് കസിനോ ആണ്. ഷനൽ, വാ, നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കത്തില്ല, ഇതിൻ്റെ അകം ഇത്രയും വലിയൊരു സെറ്റപ്പാണ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നത്തേയില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. ഓരോരോ റെസ്റ്റോറൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തൂടെ എല്ലാം. ബാർ. അങ്ങനെ നമ്മൾ ഫൈനലി കസീനോയിലെത്തി. കസീനോ വിന്നിലെ കസീനോയിലെത്തി. വിൻ കസീനോയിൽ കളിച്ച് കാശ് കളയാൻ മാത്രം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. സ്ഥലമില്ലായിരുന്നു സ്പിരിറ്റിന് വന്നതുകൊണ്ട്. സ്പിരിറ്റിന് ഒരു ബാക്ക് പാക്ക് ആകെ കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ട് കാശ് ഇച്ചിരി ജാമ്യത്തിലായതുകൊണ്ട് ഞങ്ങളധികം കളിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്ന് ആ വൈബൊക്കെ ഒന്ന് കിട്ടാൻ ചുമ്മാ അതിലേക്കൊക്കെ തേരാപ്പാരയിച്ചിരുന്നേരം നടന്നു. വിൻഡകം അകത്തെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. മീനൊക്കെ ഉണ്ട്. റിയൽ മീനാണ്. ഞങ്ങൾ നോക്കി
സി ജീവനുള്ള റിയൽ മീൻ. അങ്ങനെ വിന്നിൻ്റെ അകമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല വെതറായതുകൊണ്ട് പുറത്തൂടെ ചുമ്മാ നടന്ന് കാണാമെന്ന് ഓർത്തു. അടുത്ത സ്ഥലം പലാസോയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. പക്ഷെ പോണ വഴിക്ക് നോക്കിയപ്പോൾ നല്ല വെള്ളച്ചാട്ടവും നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ഏരിയ ഫുള്ള് നല്ല രസമാണ്. ഇങ്ങനെ ആ നൈറ്റ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല, അതുപോലെ വെട്ടമാണ് എല്ലായിടത്തും കേട്ടോ. ഈ ഇതിൻ്റെ അത് കാണുമ്പോൾ ഇരുട്ടൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും നേരിട്ട് കാണുമ്പോൾ നല്ല വെട്ടമൊക്കെയാണ്. പിന്നെ ഒത്തിരി ആളുമുണ്ട്, നമുക്കൊരു ഇങ്ങനെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിട്ട് തോന്നത്തില്ല. അപ്പോൾ നമുക്ക് ഒരു അങ്ങനെ പേടിക്കേണ്ട ആവശ്യവുമില്ല. കാണാവോന്ന് അറിയത്തില്ല, അതിൻ്റെ നടുക്ക് വിൻ എന്ന് എഴുതിയിട്ടുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ വിന്നിൻ്റെ ഭാഗമായതുകൊണ്ട്. ഇപ്പം നിങ്ങൾ ഇനി കാണുന്നത് തലയിൽ നല്ല കോഴിപ്പൂവിൻ്റെ പൂ പോലെ നല്ല സംഭവമൊക്കെ വെച്ച് രണ്ടുപേർ നടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് വേഗസിൽ കൂടെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് കൂടുതലും രാത്രിയിലാണ്, പകലുമുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഞങ്ങൾ വിൻ കണ്ടു കഴിഞ്ഞു. അടുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പലാസോ എന്ന് പറഞ്ഞ വലിയൊരു ഹോട്ടൽ കസിനോ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 15 മിനിറ്റ് നടന്ന് ഇവിടെ പലാസോയുടെ എൻട്രൻസിലെത്തി. കാണുമ്പോൾ വിനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. ഇവിടെ എത്താൻ ഒരു അത്യാവശ്യം കുറേ നടക്കാനുണ്ടായിരുന്നു. ഈ വാക്ക് വേ എടുത്താണ് ഞങ്ങൾ നടന്നു വന്നത്. കാണുമ്പോൾ വിൻ ഇത്ര അടുത്താണെങ്കിലും പലാസോയിലേക്ക് എത്താൻ നമുക്ക് അത്യാവശ്യം ദൂരമുണ്ട്. പലാസോയ്ക്കകത്തെ കസിനോയിലേക്കാണ് ഞങ്ങൾ നേരെ വന്ന് കയറിയത്. ഈ കാണുന്നതാണ് പലാസോയ്ക്കകത്തുള്ള കസിനോ. എല്ലായിടത്തും കസിനോ ബേസിക്കലി സെയിം ആണ്, പക്ഷെ അവരുടെ ഹോട്ടൽ കസിനോയുടെ ഗെയിം ഏരിയ സെയിം ആണ്. പക്ഷേ അല്ലാതെ എൻട്രൻസും ബാക്കി കോമൺ ഏരിയസാണ് ഓരോ യുണീക്കായിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ വ്യത്യാസം ഇപ്പോൾ കാണാം. വിന്നിലായിരുന്നപ്പോൾ മൊത്തം ഒരു ചുമല കാർപ്പറ്റും ചുമല ഒരു സെറ്റപ്പായിരുന്നു ഫുള്ള്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കാർപ്പറ്റ്, ടൈൽസ്, അതുപോലെ ഗോൾഡൻ സ്പോട്ട്സുമായി. ഇപ്പം നമ്മൾ പലാസോ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അതിൻ്റെ അകത്ത് ഒരു വൺ ഓഫ് ദി മെയിൻ ഏരിയയാണ്. അമോൾ എന്ന് പറഞ്ഞാൽ സ്പാനിഷിൽ ലവ് എന്നാണ് അർത്ഥം. നമ്മൾ ഇവിടുന്ന് താഴോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഷാൻലിയേഴ്സ് ഭയങ്കര ലോങ് ആണേ. അങ്ങനെ എന്നാൽ പലാസോ ഏകദേശം കണ്ടു. പക്ഷെ എന്നാലും എൻ്റെ മെയിൻ ഏരിയ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ നേരെ അവരുടെ കസിനോയിലേക്ക് വന്ന് കയറിയതുകൊണ്ട്. എന്നാലും ഇനിയിപ്പോൾ നമുക്ക് കണക്ഷൻ ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നോർത്ത് നടന്ന് പോകുമ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തത് ഞങ്ങൾ ഇപ്പോഴാണ് നടന്നതിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക്, മെയിൻ റിസപ്ഷൻ എൻട്രൻസിലേക്ക് ചെല്ലുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ വെനീഷ്യനിലേക്ക് എത്തുവാണ്. അതെ, കുറേ നേരമായിരുന്നു ഞങ്ങൾ വെനീഷ്യൻ അങ്ങ് ദൂരെ നിന്ന് കാണാൻ തുടങ്ങിയിട്ട്. ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഓ, കുപ്പികളൊക്കെ അടുക്കിയിരിക്കുന്നത് കണ്ടോ? എല്ലാം കുപ്പിയുടെ ക്യാപ്പുകളാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുപ്പികൾ. ബാറ വേറൊരു ബാറാണ്. എസ്റ്റീരിയോ മില്ലോസ് എന്നാണ് പേര്. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ അടുത്ത റെസ്റ്റോറൻറ്റ് വിത്ത് ബാർ. ഇപ്പോഴത്തെ സൈഡിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ യാർഡ് ബേർഡ് ടേബിൾ ആൻഡ് ബാർ.
വെനീഷ്യൻ്റെ അകത്തേക്ക് വന്ന് ഞങ്ങൾ വന്ന എൻട്രൻസ് പലാസോയിൽ നിന്ന് വരുന്ന എൻട്രൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും ആദ്യമേ ഈ കസിനോയിലേക്കാണ് എത്തുന്നത്. ഇവിടെ ചീക്ക എന്ന് പറഞ്ഞ് വേറൊരു ബാറുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ജൂലിയറ്റ് കോക്ടെയിൽ റൂമാണ് ഈ കാണുന്നത്. ഇത്രയും നേരം കണ്ട റെസ്റ്റോറൻറ്റ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം പോലും വേറൊരെണ്ണമായിട്ട് സിമിലർ ഇല്ല. എല്ലാവർക്കും അതിൻ്റേതായ യുണീക്ക് സ്റ്റൈലും ഇതാണ് ഞങ്ങൾ വെനീഷ്യൻ്റെ മെയിൻ ലോബിയിലേക്ക് പോകുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ പലാസോയിൽ നിന്ന് വന്നതുകൊണ്ട് കസിനോ ടു കസിനോ അറ്റാച്ച്ഡ് ആയിരുന്നു, ആ വഴിയാണ് വന്നത്. പക്ഷെ ഇതാണ് മെയിൻ ലോബി. മുകളിൽക്കൂടിയുള്ള പെയിൻറ്റിംഗ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കാണ് അത്. നമ്മൾ ആ പെയിൻറ്റിങ്സ് ഒക്കെ മുകളിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ അവിടെ ഒരു കാർ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കാർ നിൽക്കുന്നത്. പകലും നമ്മൾ പേജ് എന്ന് പറഞ്ഞ സിറ്റി കൂടെ നടക്കുമല്ലായിരുന്നോ, ഒത്തിരി ലേക്ക് പവലും ഹോർഷി ബെൻഡും ആൻലോപ്പ് ക്യാനിയനും ഒക്കെ കണ്ട്. അതുകൊണ്ട് വൈകിട്ട് ഇത്രയും നേരം രാത്രി നടന്നപ്പോഴത്തേക്കും നല്ലൊരു മടുത്തു. പിന്നെ ഇപ്പം ഓൾറെഡി സമയം 2:30-3 മണി ആകാറായി. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇനി എന്തായാലും സ്പിയർ കണ്ടിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ സ്പിയർ കാണാൻ പോയി. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഞങ്ങൾ താമസിക്കുന്ന എംബസി സ്വീറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്പിയർ എന്നോർത്താണ് ഈ യാത്ര തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഒരു നടപ്പ് തുടങ്ങിയിട്ടൊരു 3 മണിക്കൂറായി, ഇതുവരെയും അങ്ങ് എത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ചോദിച്ചും പറക്കിയും അങ്ങോട്ട് എത്താൻ ഇച്ചിരി പാടായിരുന്നു. ചോദിച്ചും പറക്കി എത്തി. അപ്പം ഇനി ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വന്നു കഴിയുമ്പോൾ പതുക്കെ വീട്ടിലേക്ക് പോവാം എന്നോർക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിശപ്പിൻ്റെ വിളിയും മുട്ടി കേട്ടോ. പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും ഇച്ചിരി ഫുഡും വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ. കാരണം ഞങ്ങളുടെ കൂടെ ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ ഉണ്ടേ. സിബിളും ഞങ്ങളുടെ കൂടെ ഒപ്പത്തിനൊപ്പം പിടിച്ച് നിന്നു. എല്ലാവരുടെ അടുത്തും ആക്ച്വലി സിബിളായിരുന്നു മുന്നിൽ കുറേ സ്ഥലത്തൂടെ നടക്കാനൊക്കെ. എന്തായാലും ഇന്നത്തെ നൈറ്റ് ലൈഫ് വർത്ത് ആയിരുന്നു. അത് ഒരു കംപ്ലൈൻറ്റും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെല്ലാം പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഇപ്പം തന്നെ കണ്ടു തീർന്ന ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി 2 പേരുണ്ടല്ലോ റൂമിൽ. അപ്പം ഇനി കുറച്ച് കസിനോ ഞങ്ങൾ രാവിലത്തേക്ക് ഇട്ടിട്ടുണ്ട്, പകൽ വ്യൂ കാണാൻ വേണ്ടി. അതാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഇൻ ബ്രീഫ് ഇന്ന് ഞങ്ങൾ പേജ് സിറ്റിയിൽ ഹോർഷി ബെൻഡ് കണ്ടു, ആൻലോപ്പ് ക്യാനിയോൺ കണ്ടു, ലേക്ക് പവൽ കണ്ടു. അത് കഴിഞ്ഞ് വേഗസിൽ 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇവിടെ കുറേ കസിനോസും കണ്ടു.